ലാൽസലാം സഖാക്കളെ, എന്താ പാട്, സുഖല്ലേ? സോഷ്യൽ മീഡിയയിൽ തരംഗമായ മലപ്പുറത്തുള്ള ബാലസംഘം കൂട്ടുകാരുടെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ കുട്ടി സഖാക്കളുടെ വീഡിയോ പോലും ചിലർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. മെറ്റയെ ഉപയോഗിച്ച് ഒരു നിഷ്കളങ്കമായ വീഡിയോ പോലും ഇല്ലാതാക്കാൻ തുനിയുകയാണ് ഇവിടുത്തെ ഭരണകൂടം. എന്നാൽ ആ കുട്ടികളുടെ ആവേശത്തിനോ ഞങ്ങൾ സഖാക്കളാണെന്ന അഭിമാന ബോധത്തിനോ ഒരു ഇഞ്ച് പോലും പോറലേൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ അല്ലേ മാറ്റാൻ കഴിയൂ? ചങ്കിലിരിക്കുന്ന ചെങ്കൊടിയെ ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ചങ്കുറപ്പോടെ ഈ കുട്ടി സഖാക്കളെ പറയിക്കാൻ പ്രാപ്തമാക്കിയ, കേരളത്തെ കമ്മ്യൂണിസ്റ്റ് കേരളമാക്കി പുനഃസൃഷ്ടിച്ച ഒരു നേതാവുണ്ടായിരുന്നു ഇവിടെ. അതെ, സിനാനെ പോലെ അനേകായിരം സഖാക്കളുടെ സഖാവായ അടിമുടി പാർട്ടിയായൊരു മനുഷ്യൻ, സഖാവ് പി കൃഷ്ണപിള്ള. സഖാവ് എന്ന പദത്തെ സ്വന്തം പേരുകൊണ്ട് അന്വർത്ഥമാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവ്. 30കളിലും 40കളിലും കേരളത്തിൽ നിലനിന്നിരുന്ന ജാത്യാചാരങ്ങളുടെ തീണ്ടാപ്പലകകൾ തൂത്തെറിഞ്ഞ നവോത്ഥാന നായകൻ. അടിച്ചമർത്തപ്പെട്ടവരുടെ യാതനകളെ പടവെട്ടി തോൽപ്പിക്കാൻ അവർക്ക് ഉരുക്കുമുഷ്ടിയുടെ കരുത്തു പകർന്നു നൽകിയ നേതാവായിരുന്നു കൃഷ്ണപിള്ള. കേരളം മുഴുവൻ തന്റെ 2 കാലിൽ നടന്നകന്ന് ജനങ്ങളെ ഈ ചെങ്കൊടിക്കു കീഴിൽ അണിനിരത്തിയ കേരളത്തിലെ തന്നെ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ. കൃഷ്ണപിള്ള ചെന്നെത്തിയിട്ടില്ലാത്ത, പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിത്തു പാകിയിട്ടില്ലാത്ത ഏത് നാടുണ്ട് കേരളത്തിൽ? അന്ന് സഖാവ് വന്നേ എന്ന് പറഞ്ഞാൽ ആരും ഏത് സഖാവെന്ന് ചോദിക്കില്ലായിരുന്നു. കേരള ജനതയ്ക്ക് അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരിവാൾ ചുരുൾമുടിയും പ്രതീക്ഷകൾക്ക് പ്രകാശമേകുന്ന പുഞ്ചിരിയുമായി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോരാട്ടം നയിച്ച സഖാവ് പി കൃഷ്ണപിള്ള. 1906 വൈക്കത്തായിരുന്നു കൃഷ്ണപിള്ളയുടെ ജനനം. 13-ാം വയസ്സിൽ അമ്മയെയും 14-ാം വയസ്സിൽ തന്റെ അച്ഛനെയും നഷ്ടപ്പെട്ട കൃഷ്ണപിള്ള കുടുംബം പുലർത്താൻ ചെറുപ്രായത്തിൽ തന്നെ കയർ തൊഴിലാളിയായി. സൈക്കിൾ കടയിലും കാപ്പിക്കടയിലും ജോലി നോക്കിയ കൃഷ്ണപിള്ള 1927 നാട് വിട്ടു. ബനാറസിലെത്തി 2 വർഷം ഹിന്ദി പഠിച്ചു. 1930 ഏപ്രിൽ 13-ന് ഉപ്പു സത്യാഗ്രഹം നടത്താൻ പയ്യന്നൂരിലേക്ക് പോയ ജാഥയിലൂടെയാണ് കൃഷ്ണപിള്ള സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുടെ രൂപീകരണത്തിലും നേതൃപരമായ പങ്കുവഹിച്ചു. ആലപ്പുഴയിലെ തൊഴിലാളികൾ 1938 നടത്തിയ ചരിത്ര പ്രസിദ്ധമായ തൊഴിൽ പണിമുടക്കിന്റെയും പുന്നപ്ര വയലാറിന്റെയും പിന്നിലുള്ള കൃഷ്ണപിള്ളയുടെ ത്യാഗനിർഭരമായ പ്രവർത്തനം കേരള ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടാണ്. 1937 കോഴിക്കോട്ട് രൂപീകരിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിന്റെ സെക്രട്ടറിയും മറ്റാരുമായിരുന്നില്ല. പിന്നീട് 1939 ഡിസംബർ അവസാനം പിണറായിയിലെ പാറപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറിയായി കൃഷ്ണപിള്ള തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും കേരളത്തെ കാർന്നു തിന്നാൻ പാകത്തിന് വളർന്ന ജന്മി ഫ്യൂഡൽ വ്യവസ്ഥകളെയും തൂത്തെറിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളുടെ എല്ലാം അമരത്ത് പി കൃഷ്ണപിള്ള എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. 1948 ആഗസ്റ്റ് 19-ന് ആലപ്പുഴയിലെ കണ്ണാർക്കാട്ട് ഗ്രാമത്തിലെ തന്റെ ഒളിവ് ജീവിതത്തിനിടെ പാമ്പുകടിയേറ്റാണ് കൃഷ്ണപിള്ള മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രായം വെറും 42 വയസ്സായിരുന്നു. തന്റെ അവസാന നിമിഷങ്ങളിൽ മരണത്തോട് മല്ലിടുമ്പോൾ പി കൃഷ്ണപിള്ള കുറിച്ചു വച്ചതിങ്ങനെ: എന്നെ പാമ്പ് കടിച്ചു, കണ്ണും തലയും ഇരുളുകയാണ്, വിവരം എല്ലാവരെയും അറിയിക്കുക, സഖാക്കളെ മുന്നോട്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവികൾക്കും തിരിച്ചടികൾക്കും ഭരണകൂട ഭീകരതകൾക്കുമെതിരെ പോരാടാൻ സഖാവ് എഴുതിവെച്ച ആ വാക്കുകൾ തന്നെയാകാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഇന്നും ഇന്ധനമേകുന്നത്. എത്രയോ വട്ടം അറുത്തുമാറ്റാൻ ശ്രമിച്ചിട്ടും 10,000-കണക്കിന് കുട്ടി സഖാക്കൾ വീണ്ടും വീണ്ടും മുളച്ചു പൊന്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതെ, ആ വാക്കുകൾ ഇന്നും ഇവിടങ്ങളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു: സഖാക്കളെ മുന്നോട്ട്.